ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ജയ് ആറന്മുള. മുക്കൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പം രാവിലെ ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ അപ്പം വീട്ടിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ഇൻ സൺഡേ ആണ് കേട്ടോ. ഒരു ഞായറാഴ്ച അപാരതയാണ്. അപ്പം വേറെ അല്ല, അപാരത എന്നല്ലേ പറഞ്ഞത്? അതെ, അപാരതയാണ്. അപ്പോൾ ഞായറാഴ്ച ഞാനിവിടെ വീട്ടിൽ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലെടുക്കുക. ഇതാണ് ഗൈസ് എൻ്റെ വീട്ടിലെ കണ്ണാടി കേട്ടോ. ഇത് ഞാൻ പണ്ട് അലൂമിനിയം പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കടയിലെ ഗ്ലാസ് എടുത്തിട്ട് ഉണ്ടാക്കിയ കണ്ണാടിയാണ്. അപ്പം നമ്മൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കുറച്ച് പോച്ചയിപ്പുണ്ട്. അതുകൊണ്ട് അവിടെയും കുറച്ച് പോച്ചയിപ്പുണ്ട്. അതുപോലെ സ്നാപ്പിയുടെ കൂടെല്ലാം നൽകിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കണം. പിന്നെ ഇവിടെല്ലാം പോച്ചയെല്ലാം വെട്ടിയിട്ട് എനിക്ക് കുറച്ച് ചെടി തരണം. അതുപോലെ ഞാൻ നട്ട മുല്ലയാണ് കേട്ടോ. ഇതിലുള്ള അത്യാവശ്യ ഐറ്റങ്ങളെല്ലാം ഞാൻ നട്ടാണ്. പിന്നെ അതുമാത്രം അമ്മയുടെ പ്രോപ്പർട്ടീസാണ് കേട്ടോ. എന്നിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ നമ്മളെ കീച്ചിക്കളയും. ഉണ്ടായിരിക്കടാ. അപ്പോൾ ഇത് ഞാൻ നട്ട മുല്ല നന്നായിട്ട് വളർന്നു. അപ്പോൾ ഇതിനെ ഒന്ന് വെട്ടി ഷേപ്പൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് കമ്പൊക്കെ എടുത്ത് ഇവിടെ എല്ലാം നടണം. അതുപോലെ ഞാൻ ഇന്നലെ നമ്മുടെ മാരാമൺ കൺവെൻഷന് പോയപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചീര വിത്ത് കഴിച്ചാൽ കേട്ടോ. ഞാൻ എല്ലാ കൊല്ലവും നല്ല ഇടയ്ക്ക് ചീര നട്ടു. ഞാൻ ചീര നട്ട് കഴിഞ്ഞാൽ കിളിക്കും കേട്ടോ. ഞാൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പി ഞാൻ വീഡിയോ എടുക്കുന്നതിനാ കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടുത്തെ പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇത്രയും പോച്ച പറിച്ചിട്ടുണ്ട്. ഇനി ഇവിടെല്ലാം പോച്ച പറിച്ച് കൂട്ടിയിട്ടേക്ക്. ഇനി ഇതെല്ലാം വാരി നമുക്ക് കളയണം. ഇതെല്ലാം വാരി കളഞ്ഞിട്ട് താഴെ കൊണ്ടുപോയി കത്തിക്കണം. എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം തളിച്ചിട്ട് ഇവിടെ ചെടി നടാനായിട്ട് വീണ്ടും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ആ മുല്ല മൊത്തം കളഞ്ഞാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നേന്ന് നട്ടാലോ എന്ന് അത് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ക്യാമറ ചാർജ് ചെയ്തിട്ട് ക്യാമറയ്ക്കകത്ത് ചാർജില്ല. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. അതിനുശേഷം നമുക്കിനി വിറക് വെട്ടാനുണ്ട്. പുറകിൽ പോയി വിറക് വെട്ടണം. വിറക് വെട്ടുന്ന വലിയ തമാശയായിരിക്കും കേട്ടോ. ഞാനൊരു 100 വെട്ട് വിറകേ വെട്ടും. അതിൻ്റെ അകത്തൊരു 90 വെട്ടും മണ്ണിലായിരിക്കും കൊള്ളുന്നത്. ബാക്കി 10 വെട്ട് വിറകെ കൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നമുക്ക് ബാക്കി അതും കൂടെ ചെയ്തിട്ട് വരാം ഞാൻ. അപ്പോഴത്തേക്കും ക്യാമറ ഒന്ന് ചാർജ് ആട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു സൈഡെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതാ അതിനുണ്ട് നീറ്റായില്ലേ. ഈ സൈഡെല്ലാം വൃത്തിയാക്കി കൊണ്ട് അവിടെ പയറൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ഓട്ട് പോലെ ഉണ്ടാക്കാൻ പോകണം. കമ്പൊക്കെ അടിച്ച് എന്നിട്ട് അവിടെ നമ്മുടെ സ്പെഷ്യൽ ചീര നടാനെ കൊണ്ടുപോകണം കേട്ടോ. സ്പെഷ്യലൊന്നുമല്ല, ചുമന്ന ചീരയുടെ തയ്യ. ഇത് ഇവിടെ ഇങ്ങനെ നടണം. ഇവിടെ എന്നിട്ട് വലുതാകുമ്പോൾ പറിച്ച് മാറ്റാം. എന്നിട്ട് ഇനി എന്തുകൊണ്ട് അവിടെയും വൃത്തിയാക്കാനുണ്ട്. അവിടെയും കൂടെ വൃത്തിയാക്കിയിട്ട് നമ്മളിനി നേരെ എൻ്റെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എൻ്റെ ചെറിയ കുഞ്ഞു മുറിയാണ് കേട്ടോ. അതെല്ലാം വൃത്തിയാക്കണം. എന്നിട്ട് വിറക് കീറാനുണ്ട്. ഇന്നത്തെ ഫുള്ള് വീട്ടിലാണ് കേട്ടോ. ഇന്ന് ഫുള്ള് പരിപാടി. സൺഡേ ആയതുകൊണ്ട് ഇന്ന് പുറത്തൊന്നും പോയില്ല. കുറേ ദിവസമായിട്ട് ഞാൻ ഫുള്ള് വെളിയിലായിരുന്നുണ്ടോ. വെളിയിൽ പോയി പൊരി വെയിലത്ത് പോയി മീനായി പിടിക്കാനൊക്കെ പോയിട്ട് ആകെ കരിഞ്ഞ് കോലമായി. അപ്പോൾ നിങ്ങൾ വെയിലത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചൊക്കെ പോകുക കേട്ടോ. കാരണം ഇപ്പോഴത്തെ ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും. നമ്മുടെ ദേഹമൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പോയി ചീര നടാം. നമ്മളിവിടെയാണ് കണ്ട ഒരു ബോക്സ് പോലെ ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയാണ് നമ്മൾ ചീര നടുന്നത്. എന്നിട്ട് മണ്ടയ്ക്ക് ഇതുപോലെ 4 കുറ്റി അടിച്ചിട്ട് ചീര വളരുന്നേരം വരെ അതിന് തണൽ കൊടുക്കും. നമ്മൾ കൊണ്ട് അവിടെ നിന്ന് പനയില കൊണ്ടുവന്നിട്ടുണ്ട്. ചീര എടുത്തു, എല്ലാം റെഡിയാക്കി. അതുപോലെ ചീര നടുമ്പോൾ ഇതുപോലുള്ള കല്ലുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കൈ കൊണ്ട് തന്നെ ഇതെന്നിങ്ങനെ മാറ്റിയിടുക. അതൊക്കെ ഞാൻ കുടിച്ചതാണ് കേട്ടോ. എപ്പോഴും ഒന്ന് നന്നായിരുന്നു കഴിഞ്ഞാലൊന്നും ശരിയാകത്തില്ലല്ലോ. നമ്മൾ ഇടയ്ക്ക് ദുശീലമാക്കാണ്. എപ്പോഴും ഒന്നും അല്ല കേട്ടോ, വല്ലപ്പോഴും. അതിനുശേഷം നമുക്ക് എൻ്റെ അരിവ എന്ത് കോപ്പിറൈറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടല്ലേ. മിനവേ കോപ്പിറൈറ്റ് ആണ്. കുറച്ച് നേരം നിന്നില്ലേ. നമ്മളവിടെ പാട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നല്ല കമ്പേ പൈസ. അപ്പോൾ ഇത് 16-ാം തീയതി നമ്മൾ കൃത്യം 11:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ചീര നടാൻ പോവുകയാണ്. കഴിച്ച് സുഹൃത്തുക്കളെ, ഞങ്ങൾ ചീര നടാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിപ്പോൾ ഞാൻ തലയെ വെച്ചേക്കാണ് ക്യാമറയിലെ. എങ്കിലല്ല സുഹൃത്തുക്കളെ, ഞാൻ കഴിച്ചു പിടിച്ചിരിക്കുകയാണ്. ദൈവമേ വിജയിച്ചാൽ മതിയായിരുന്നു.
സാധാരണ എന്ത് ചെയ്താലും പരാജയമാണ്. വിജയിക്കുമെന്ന് വിചാരിക്കാം. രണ്ട് നമ്മുടെ പയർ ഇതെല്ലാം കളിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഐശ്വര്യമായിട്ട് തിരുവാറൂരപ്പനെ കളിച്ച് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് വശം എല്ലാം വൃത്തിയാക്കി കേട്ടോ. കാണണ്ട ഞാൻ വൃത്തിയാക്കിയത്. എങ്ങനെയുണ്ട്? ഇവിടെ എല്ലാം വൃത്തിയാക്കി, ഇതെല്ലാം വൃത്തിയാക്കി. ഇത് പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടിയാണ്. മുരിങ്ങയുണ്ട്, അതുപോലെ ചീമപ്പയറുണ്ട് കേട്ടോ. ഇത് നമ്മൾ വിത്തിന് വേണ്ടി നിർത്തിയേക്കാണ്. ഒരെണ്ണം കിട്ടിയത് നമുക്ക് വിത്തിന് വേണ്ടിയുള്ളത്. ഇതിൻ്റെ അകത്ത് ഒരെണ്ണമുണ്ട്. പിന്നെ അമ്മ ഇതിൻ്റെ അകത്തുനിന്ന് കുക്ക് ചെയ്തായിരുന്നു. ഞാൻ വന്നപ്പോൾ എനിക്കും ചെറിയൊരു മെഴുക്കൂട്ടി തന്നായിരുന്നു കേട്ടോ. പിന്നെ വള്ളിയൊക്കെ അങ്ങോട്ട് പടന്നു പോകുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് പിടിച്ചാക്കണമെന്നുണ്ട്. അതിലൊക്കെ പൂവായി വരുന്നുണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് നമുക്ക് നമ്മുടെ മണിക്കുട്ടൻ ചേട്ടൻ്റെ അവിടെ പോകണം. മണിക്കുട്ടൻ ചേട്ടൻ പളനിക്ക് പോകുന്നതിന് അവിടെ പളനിക്കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് നേരെ നമുക്കിനി പോയി പളനിക്കഞ്ഞി കുടിച്ചിട്ട് ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ് അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് സുന്ദരക്കുട്ടപ്പനായിട്ട് നമ്മൾ മണിക്കുട്ടൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ സാമിക്കഞ്ഞി കുടിക്കാൻ. ഞാനൊരു കയ്യിലേക്ക് കൊടുത്ത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും നേരെ പോയിട്ട് കുറേ നാളായി കഞ്ഞി കുടിച്ചിട്ട്. കഞ്ഞി അസ്ത്രമാണെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് കഞ്ഞി അസ്ത്രം കുടിക്കാം. ഒരുപാട് നാളായി കുടിച്ചിട്ട്. എനിക്കൊന്ന് എന്തായാലും നമുക്ക് പോയിട്ട് നേരെ കഞ്ഞി കുടിച്ചിട്ട് വന്നിട്ട് അടുത്ത പരിപാടി ചെയ്യാം. ഗൈസ് അതുപോലെ അതുകൊണ്ടാക്കാണെന്നാണ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ച സ്കൂൾ കേട്ടോ. 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അതിനകത്തൊരു വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ നേരത്തെ ഞാനൊരാണും ഞങ്ങളുടെ ക്ലാസ്സിൽ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ ഞാൻ ഒരാളും ബാക്കിയില്ല പെണ്ണുങ്ങൾ വരുന്നത്. ഗൈസ് സോ സാഡ്. ഞാൻ ചോക്ലേറ്റ് ബോയ് ആയിരുന്നു, ചോക്ലേറ്റ് ബോയ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അച്ചുവിൻ്റെ അടുത്ത് പോയി വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാനാണ് കേട്ടോ. എനിക്ക് വണ്ടിയില്ല ഗൈസ്. അപ്പം അച്ചുവിൻ്റെ വണ്ടിയാണ്, എനിക്ക് എപ്പോഴും തരും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ തരും. അതും വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് നേരെ പോയിട്ട് വരാം. എന്നിട്ട് വിറക് കയറാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നു ഗൈസ്. മദർജി അത് അങ്ങനെ ആ സംഭവം നടക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ എന്നിട്ട് എല്ലാം ചെയ്യുമായിരുന്നു. വസ്ത്രം വെക്കാനും എന്താ മനെ നിങ്ങൾ അച്ഛൻ വന്നോടാ? ഇവിടെ വന്നില്ലേ? മാറ്റി കൈസ് അപ്പോൾ നമ്മൾ മണിക്കുട്ടൻ ചേട്ടൻ്റെ അവിടുന്ന് ഒരു ചെറിയ ഓറഞ്ച് നാരങ്ങ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓറഞ്ച് നാരങ്ങയോ എന്തോ ഒരു സാധനം, നാരങ്ങ ഓറഞ്ച്, നല്ല ഓറഞ്ചിൻ്റെ വേണം കേട്ടോ. നമുക്ക് ഇതെല്ലാം ഒരു ചെറുതുണ്ട്, ചെറുത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പക്ഷെ ഭയങ്കര പുളിയാണെന്ന് എനിക്കറിയാം കേട്ടോ. പക്ഷേ ഇത് നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇത് സീനായിട്ട് അങ്ങ് പഴുത്ത് കേട്ടോ. ഇതുണ്ടോ അതിന് വെള്ളവും വരുന്നത്. നാട്ടിലെ പിള്ളേരെല്ലാം ജോലിക്ക് പോവാ, ഇവിടെ പുളി നാരങ്ങയും തിന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് സുതിയെ കിട്ടി. ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് ഒരു തൊട്ടി പുളിശ്ശേരി എടുത്തോണ്ട് നാണമില്ലാതെ വന്നതാണ്. ഇവിടെ അടുത്തൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഇവൻ അവിടെ ആദ്യം കാണും പുളിശ്ശേരി എടുക്കാം. നീ ഇങ്ങോട്ട് തിരികടാ, നോക്കടാ ഇവിടെ വണ്ടി തിരിക്കട്ടെ. ശരി, നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ എന്തൊരു ഓ സാറിനെ കാണിക്കാത്തതിനാണോ എന്തോ പറയുന്നത്? എന്താണാവോ സാറ് പറയുന്നത്? ക്ഷയിക്കാൻ തരണമായിരിക്കും. ഇല്ല അവിടെ വന്ന് നിൽക്കണമായിരിക്കും. എന്തിനാണെന്നറിയാം, ഇപ്പം നമ്മൾ അടുത്ത് നിൽക്കാൻ ചാടുന്നുണ്ടാണ് കണ്ടോ. ഇവൻ ഇങ്ങനെ നിൽക്കണം, ഇതിനാണ് ഇവൻ്റെ പരിപാടി. പോടാ ഐസൻ്റെ ചീര. ഐസ് ഇന്ന് ഡേറ്റ് 16-ാം തീയതി നട്ട ചീര എത്ര ദിവസത്തിനുള്ളിൽ കിളിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ നമ്മുടെ പയറിന് വള്ളിയൊക്കെ എത്ര ദിവസത്തിനുള്ളിൽ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് കട്ടിനിയും കുറേ പരിപാടിയും കൂടെ ഉണ്ട്. വിറകൊക്കെ കയറണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള മൂടില്ല. കഞ്ഞി കുടിച്ച് വയറ് നിറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഉറങ്ങിയാൽ കൊള്ളാവുന്നുണ്ട് എനിക്ക്. അപ്പം നേരെ പോയി ഉറങ്ങി വാവച്ചൻ, അപ്പു, അമൽ ദുബായ്, പിന്നെ ഞാൻ എല്ലാവരെയും വീഡിയോ വൈറലാക്കോടാ ഞാൻ. ദുബായ്, അമൽ ദുബായ്. ഇവൻ എന്തുവാണ് നിന്റെ കയ്യിലിരിക്കുന്ന ലിഫ്റ്റിക്കോ? പക്ഷേ ബാംഗ്ലൂർ ആയിട്ടാ ഇവൻ ബാംഗ്ലൂർ, ഇവൻ എറണാകുളത്ത്, ഇവൻ ദുബായ്. നമ്മുടെ പോക്കർ ദുബായ്ക്ക് പോയി. ഗൈസ് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാ പോക്കറ പിള്ളേരോട്. വൃത്തിയായിട്ടൊന്നും പറയല്ലേ ഗൈസ്. അങ്ങനെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ കേട്ടോ. ഞാൻ മുമ്പേ വന്നിട്ട് കിടന്നുറങ്ങി, കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങി.
നല്ലൊരു ഉറക്കമായിരുന്നു. ഉറങ്ങിയിട്ട് ഞാൻ എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. കളിക്കാനൊക്കെ പോകണമെന്ന് വിചാരിച്ചു, ഒന്നും നടന്നില്ല. അപ്പം നമുക്ക് ഈ ചീര എത്ര ദിവസത്തിനുള്ളിൽ കിളിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇന്നെന്തായാലും 16-ാം തീയതിയാണ്. ഞാൻ രാവിലെ 10-11 മണിക്കാണ് നട്ടത്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പം ടാറ്റ ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ.